നമുക്കെല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. നമ്മുടെ നാട്, നമ്മുടെ പ്രദേശം അല്ലെങ്കിൽ നമ്മുടെ ജില്ല ഈ കുറേ പഹയന്മാരങ്ങില്ലാതിരുന്ന് നമ്മൾ കുറച്ച് പേര് മാത്രമായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. ബസ്സിൽ തിരക്കുണ്ടാവില്ല, ആശുപത്രിയിൽ തിരക്കുണ്ടാവില്ല, പിന്നെ അതുകൂടാതെ ബാങ്കിൽ തിരക്കുണ്ടാവില്ല, പിന്നെയോ അങ്ങനെ എന്തെല്ലാം സന്തോഷങ്ങൾ, ജോലിക്ക് തിരക്കുണ്ടാവില്ല. അപ്പം നമ്മൾ കുറച്ച് പേര് മാത്രമുള്ള ഒരു സംഗതി മനോഹരമാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അങ്ങനെയാണല്ലോ ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഇപ്പോൾ അണുകുടുംബത്തിൽ എത്തിച്ചേർന്ന നമ്മൾ അണുബാധ ഏറ്റുകിടന്ന് പൊളയുവാണ്. ഒന്ന് വീണു പോയാൽ, ഒരുത്തൻ തെറ്റിപ്പോയാൽ, ഒരു കാലൊന്ന് പിഴച്ചു പോയാൽ വേറെ താങ്ങി പിടിക്കാൻ ഒരാളും ഇല്ലാത്ത അവസ്ഥ. അത് ഞാൻ വേറെ പറയാം. പക്ഷേ ഇപ്പം ഞാൻ പറയാൻ വന്നത് 2 ജില്ലകളുടെ കഥയാണ്. ഏതാണ്ട് എന്നെക്കാൾ 7-8 വയസ്സ് മൂപ്പുണ്ട് മലപ്പുറം ജില്ലയ്ക്ക്. എൻ്റെ ഒരു വല്യക്കാക്കായിട്ട് വരും. എന്നാൽ എന്നെക്കാൾ ഇളയവനാണ് പത്തനംതിട്ട ജില്ല. അതുപോലെ തന്നെ ഏതാണ്ട് 6-7 വയസ്സിൻ്റെ കുറവും വരും. 1969 മലപ്പുറം ജില്ല ഉണ്ടാവുന്നത്. 1982 പത്തനംതിട്ട ജില്ലയുണ്ടാവുന്നത്. പക്ഷേ എല്ലാവരും ഉന്നം വെക്കുന്നത് മലപ്പുറം ജില്ലയാണ്. അവിടെ എന്തൊക്കെയോ മഹാസംഭവങ്ങൾ നടക്കുന്നു, അവിടെ അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, വെള്ളാപ്പള്ളി സാറിന് ശ്വാസം മുട്ടുന്നു, പിന്നെ കള്ളക്കടത്തിൻ്റെ സ്വർണമോ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുവിൽ ലേഖനം വരുന്നു, അവിടെ പാർലമെൻറ്റിൽ ചർച്ച വരുന്നു, അവിടുത്തെ ആന, ആമ, മുയൽ, കൊതുക്, പൂച്ച എല്ലാം ചർച്ചയാണ്. മലപ്പുറത്തെ പെണ്ണെന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ ചർച്ചയാണ്. മലപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വല്ലാത്ത വിഷയമാണ്. അവിടുത്തെ തുണിയുടെ നിറം പോലും ചർച്ച ചെയ്യപ്പെടുന്ന ആ നാട്ടിൽ അവിടെയുള്ളവർക്ക് വലിയ പരാതികളൊന്നുമില്ല. അവിടെയുള്ള ക്രിസ്ത്യാനിക്കോ ഹിന്ദു സഹോദരന്മാർക്കോ മുസ്ലിം സഹോദരന്മാർക്കോ ശ്വാസം മുട്ടലില്ല, പ്രയാസമില്ല, വിമ്മിഷ്ടമില്ല. വിമ്മിഷ്ടമെല്ലാം പുറത്താണ് നടക്കുന്നത്. ഇപ്പോൾ ആ ജില്ലയെ ഇങ്ങനെ അവിടുത്തെ മക്കളെല്ലാം പെറ്റുപെരുകി കൂടി വന്നിട്ട് അതൊന്ന് വിഭജിക്കണം, അല്ലെങ്കിൽ വേറൊരു ജില്ല ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴേക്കും ഭയങ്കരമായ ബഹളമാണ്. എടാ, സത്യം പറഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള പാലക്കാടോ അല്ലെങ്കിൽ വേറെ ബോർഡർ ഷെയർ ചെയ്യുന്ന കോഴിക്കോടോ ഏതെങ്കിലുമൊക്കെ സ്ഥലം കൂടി എടുത്ത് ഒരു ജില്ല ഉണ്ടാക്കി പോകുന്നത് ഒരു മഹാസംഭവമൊന്നുമല്ല. പക്ഷേ മലപ്പുറത്ത് എന്ത് സംഭവിക്കുന്നതും വല്ലാത്ത അസ്വസ്ഥതയാണ് ഒത്തിരി പേർക്ക്. അസ്വസ്ഥതയേക്കാൾ കരപ്പൻ, ചൊറിച്ചിൽ, വട്ടച്ചൊറി, ചുണങ്ങ് അടക്കമുള്ള വിവിധതരം രോഗങ്ങളാണ്. എന്നാൽ മലപ്പുറക്കാർക്കാർക്കും ഈ അസുഖമില്ല, പുറത്തുള്ളവർക്കാണ് ഈ അസുഖം കൂടുതൽ. പക്ഷേ വേറൊരു ജില്ല ആകെ അസ്വസ്ഥമാണത്രേ. അതിനെ സംബന്ധിച്ച് ദീപികയിലെ ഒരു ലേഖനം കൂട്ടി ചെയ്തുകൊണ്ട് JS അടൂർ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലൊക്കെ പ്രവർത്തിച്ച ഒരു കോൺഗ്രസിൻ്റെ ബുദ്ധികേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിജീവികളിൽ ഒരാളായ JS അടൂർ എഴുതിയ ഒരു കുറിപ്പ് അതിൽ ചുരുക്കി പറയുന്നുണ്ട്. ഞങ്ങളുടെ പത്തനംതിട്ട ജില്ല നേരിടുന്ന വെല്ലുവിളികൾ: ജനനനിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല, ക്യുമുലേറ്റീവ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പല തലമുറ പലായനം ഏറ്റവും കൂടിയ ജില്ല, നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ള ജില്ല, സ്ഥലങ്ങൾ വിൽക്കാൻ ആളുണ്ടെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത ജില്ല, പ്രായം കൂടിയവർ കൂടുതലുള്ള ജില്ല, ഏറ്റവും കൂടുതൽ ജീവിതശൈലീ രോഗങ്ങൾ, നിരവധി സൂപ്പർ സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ, 4 മെഡിക്കൽ കോളേജുകൾ, ജീവിതശൈലീ രോഗമരുന്നുകൾ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സ്ഥലം, ഓൾഡ് ഏജ് ഹോമുകൾ കൂടുന്ന ജില്ല, പത്തനംതിട്ട ജില്ലയിൽ കോളേജുകളിൽ ചേരാൻ വിദ്യാർത്ഥികളില്ല, ബാങ്കുകളിൽ അവകാശികളില്ലാത്ത 111.8 കോടി രൂപ, സ്ഥിരം ആൾതാമസമില്ലാത്ത 61,000 വീടുകൾ, അടൂർ നഗരസഭാ പ്രദേശത്ത് അടഞ്ഞുകിടക്കുന്ന വീടുകൾ 3,266, പത്തനംതിട്ട നഗരസഭാ പ്രദേശത്ത് 2,452 വീടുകൾ അടഞ്ഞുകിടക്കുന്നു. ഞങ്ങളുടെ കടമ്പനാട് പഞ്ചായത്തിൽ 2,031 വീടുകൾ അടഞ്ഞുകിടക്കുന്നു. ഏഴംകുളത്ത് 1,986, പന്തളത്ത് 1,523. പത്തനംതിട്ട ജില്ലക്കാർ വായിക്കാൻ വേണ്ടി ദീപികയുടെ ലിങ്ക് താഴെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടൈറ്റിൽ യുവതലമുറയില്ല, പത്തനംതിട്ടയിൽ കലാലയങ്ങൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ. ഇതാണ് ആ ലേഖനം. ആ ലേഖനത്തിൽ അവകാശികളില്ലാത്ത കാശും അതുപോലെ വീടുകളുടെ എണ്ണവും വയോധികരെല്ലാം ക്യാമറയിലാണെന്നും കാട് കയറി കൃഷിയിടങ്ങളുണ്ടെന്നും വന്യമൃഗശല്യവും എല്ലാം പറഞ്ഞാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് വെച്ച് എല്ലാവരും ശരിപ്പെടുത്തണം, ശരിയാക്കണം, നമുക്കൊന്ന് പണിഞ്ഞേ അടങ്ങൂ എന്ന് വിചാരിച്ച് പാടുപെടുന്ന മലപ്പുറം ജില്ലയുടെ സ്ഥിതി എന്താ? അവിടെ അനാഥരായ അമ്മമാരെ, വൃദ്ധരെ ഉപേക്ഷിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം ഉണ്ടാവില്ല.
ചിലപ്പോൾ ഒരു ജില്ലയിൽ ഒരെണ്ണോ രണ്ടെണ്ണോ പേരിനുണ്ടായെന്ന് വന്നേക്കും, വേറൊന്നും ഉണ്ടാവില്ല. അവിടെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ അബൂബക്കർ എന്ന് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ച പോക്കു എന്ന് പറഞ്ഞ മനുഷ്യനെപ്പോലെ സ്വന്തം ഉമ്മയെ നിരവധി വിദേശ രാജ്യങ്ങളിൽ മകനും ഉമ്മയും മാത്രം യാത്ര ചെയ്ത് സന്തോഷം പങ്കുവെച്ച, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ സങ്കടം പങ്കുവെച്ച ഒരുപാട് അബൂബക്കർമാർ, ഒരുപാട് പോക്കുമാർ മലപ്പുറം ജില്ലയിലുണ്ടാവും. വന്നോളൂ, ഇഷ്ടമുള്ള സ്ഥലം എഴുതിയെടുത്തോളൂ, ദേ ഈ ദാനത്തിന് വേണ്ടി ഞാൻ തന്നിരിക്കുന്നു എന്ന് പറയാൻ ഒരുപാട് മനുഷ്യരുണ്ടാവും. അവിടെ അമ്പലത്തിനോ പള്ളിക്കോ ചർച്ചിനോ ഒരു പ്രയാസം വന്നാൽ മുന്നിലെത്തി സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. അവിടെ ഈ പറഞ്ഞതുപോലെ കലാലയങ്ങൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതി വരില്ല. അവിടെ കലാലയങ്ങളിൽ പഠിക്കാൻ കുട്ടികൾക്ക് അവസരം കിട്ടാതെ പുറത്തു നിൽക്കുകയാവും. ആളും ആരവവും ഉണ്ടാവും. കടകളിൽ കച്ചവടമുണ്ടാവും. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ സ്പന്ദനങ്ങൾ എവിടെയും ദൃശ്യമാകും. കളി കാണുന്നതിനും കളിയിടങ്ങളിലുമൊക്കെ ആൾക്കൂട്ടവും ആരവങ്ങളും ഉണ്ടാവും. ഓണവും ക്രിസ്തുമസും പെരുന്നാളുമൊക്കെ നിറമുള്ള ആഘോഷങ്ങളായി ആ സമൂഹത്തിൽ നിലനിൽക്കും. അവർ ഏറ്റവും സന്തോഷത്തോടെ അവിടെ പൂമ്പാറ്റകളെപ്പോലെ പാറിപ്പറന്ന് ജീവിക്കും. ശ്മശാന മൂകതയില്ല. CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും ചലനങ്ങൾ നോക്കാനല്ല, മറിച്ച് തങ്ങളുടെ അധീനതയിലുള്ള സ്ഥലങ്ങൾ അത് പരിശോധിക്കുന്നതിന് മാത്രമാണ്. കാരണം അച്ഛനും അമ്മയുമൊക്കെ അവരുടെ ഹൃദയങ്ങളിലുണ്ട്. ഇല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ കൂലി നോക്കാതെ എല്ലാ വ്യാഴവും വെള്ളിയുമൊക്കെ നിരന്തരമായി മടിയില്ലാതെ മടുപ്പില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നവർ ധാരാളം പേരുണ്ട്. അവിടുത്തെ പള്ളിക്കാട്ടിൽ ഉറങ്ങുന്ന മനുഷ്യരുടെ ഓർമ്മകൾ അത് മായ്ക്കാനുള്ളതല്ലെന്നും മരണം വരെയും നിലനിർത്താനുള്ളതാണെന്നും തങ്ങളും തങ്ങളുടെ മക്കളെയും പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരോടിയെത്തും അതിൻ്റെ അടുത്ത്, ആ ചാരയിൽ നിന്ന് കണ്ണീർ വാർത്ത് പ്രാർത്ഥിക്കും. അവർക്ക് പിഴുതെടുത്ത് കളഞ്ഞിട്ട് പോകാനാവില്ല. കാരണം ആ മണ്ണിൽ ചേർന്നിട്ടുണ്ട് അവരുടെ ആത്മാവ്. അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടമാണ് മറ്റൊന്ന് താരതമ്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. തീവ്രവാതകങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷവാതകങ്ങളോ വിദ്വേഷവാതകങ്ങളോ എത്ര പുറത്തുനിന്നടിച്ചാലും അത് ഏൽക്കാത്തവണ്ണം അവർ ചേർന്നങ്ങോട്ട് നിൽക്കുന്നൊരു നിൽപ്പുണ്ട്. അതങ്ങോട്ട് നിൽക്കണം എന്നുള്ളതാണ് ആ നാട്ടുകാരനല്ലെങ്കിലും എൻ്റെ ആഗ്രഹം. ഈ പ്രായം കുറവുള്ള കൂട്ടത്തിൽ ഏറ്റവും ഇളയവനായ ഈ ജില്ല ഇതുപോലെ കിതയ്ക്കുമ്പോൾ മറ്റൊരു ജില്ല നിറഞ്ഞ് സമ്പൂർണ്ണമായി അങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്നങ്ങനെ. അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം, നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, അല്ലെങ്കിൽ അവിടുള്ള മനുഷ്യരോട് സംസാരിക്കാം.